ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് ഒരു വളരെ ഗൗരവപരമായ കാര്യം ഉണർത്താൻ വേണ്ടിയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ UAE സന്ദർശക വിസയിൽ വരുന്ന ആളുകൾക്ക് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകേണ്ട ദുരവസ്ഥ വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല ആളുകളും ആ വിവരങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവമെന്ന്. എന്നാൽ വീണ്ടും നമ്മുടെ പാവപ്പെട്ട സുഹൃത്തുക്കൾ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് കിട്ടിയിട്ടും അതൊന്നും ഗൗരവത്തിലെടുക്കാതെ നമ്മൾ ക്യാഷ് മറ്റുള്ളവന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങി വിസിറ്റ് വിസ എടുത്ത് അതുപോലെ തന്നെ ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ വന്ന് തിരിച്ചു പോകുന്ന വളരെ വിഷമകരമായ ഒരു കാര്യമാണത്. എല്ലാവരും ശ്രദ്ധിച്ചേ പറ്റൂ. ഇപ്പോൾ പറയുന്നത് 1 ലക്ഷം ഇന്ത്യൻ രൂപ വരുന്ന ആളുടെ അക്കൗണ്ടിൽ വേണം. അതല്ലെങ്കിൽ അതിന് സമാനമായ UAE 5000 ദിർഹംസ്, അതല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ക്രെഡിറ്റ് കാർഡ്, അത്രയും തുക കാണിക്കുന്ന ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത് പുതിയൊരു നിയമമല്ല. ഈ നിയമം സന്ദർശക വിസയിൽ വരുന്നവർക്ക് മുന്നേ ഉണ്ട്. പക്ഷേ ചില സമയങ്ങളിലാണ് പരിശോധന കർശനമാകുന്നത്. ഈ കർശനമാകുന്ന സമയത്താണ് ഇത്തരം സംഭവങ്ങൾ പിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ആ കാര്യം ശ്രദ്ധിക്കണം. നാട്ടിൽ നിന്ന് കയറി വരുന്ന സമയത്ത് അവിടെ തന്നെ എയർപോർട്ടിൽ അത് കർശനമായി ഇപ്പോൾ പരിശോധന തുടങ്ങിയിരിക്കുന്നു. കാരണം അവർക്ക് നിങ്ങൾ എന്തെങ്കിലും കാണിച്ച് ഇവിടെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് മതിയായ രേഖകൾ ഇല്ലെങ്കിൽ ഇവിടുന്ന് മടക്കി വിടുന്ന അവസ്ഥയുണ്ടാവും. അത് ആ നിയമപരമായി അവിടുന്ന് കയറ്റി വിട്ടതുമായി ബന്ധപ്പെട്ട് അവർക്കും ഇഷ്യൂ വരും. അതുകൊണ്ട് അവിടെ തന്നെ നാട്ടിൽ തന്നെ പരിശോധന കർശനമാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നമ്മുടെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അത് അവരും ഇവിടെ വിസിറ്റ് വിസയിലാണെങ്കിൽ, സന്ദർശക വിസയിലാണെങ്കിൽ കാര്യം നടക്കില്ല. അവർ ഇവിടെ റെസിഡൻസി വിസയിലാണെങ്കിൽ അവരുടെ വ്യക്തമായ അഡ്രസ്സ്, അതുപോലെ തന്നെ അവരുടെ ഫോൺ നമ്പർ, അവരുടെ പാസ്പോർട്ട് കോപ്പി, എമിറേറ്റ്സ് ID കോപ്പി, ഈ രേഖകൾ നമ്മുടെ കൈവശം വെച്ചേ മതിയാകൂ. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ അഡ്രസ് ഇത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ അക്കൗണ്ടിൽ പറയപ്പെട്ട എമൗണ്ടും ഉണ്ടായിരിക്കണം. എങ്കിലേ നമുക്ക് സുഖകരമായി ഇങ്ങോട്ട് യാത്ര ചെയ്ത് എത്താൻ കഴിയുള്ളൂ. ചില ആളുകൾ ചെക്കിങ്ങിൽ പെടാതെ ഇതൊന്നുമില്ലാതെ എത്തിയിട്ടുണ്ടാവാം എന്ന് കരുതി എല്ലാവരും അതുപോലെ എത്തിപ്പെടാം എന്ന് കരുതരുത്. തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നാൽ നമുക്കറിയാം, നമ്മളൊക്കെ പ്രയാസപ്പെട്ടാണ് പലരും ക്യാഷ് ഉണ്ടാക്കി ഒരു ജോലി തേടി ഇങ്ങോട്ട് വരുന്നത്. അത് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ, ആ ക്യാഷെല്ലാം നഷ്ടമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം നിങ്ങൾ ചെയ്യരുത്. മാത്രമല്ല, റിട്ടേൺ ടിക്കറ്റിന്റെ കാര്യം വളരെ നിർബന്ധമാണ്. റിട്ടേൺ ടിക്കറ്റ് വളരെ നിർബന്ധമാണ്, അതുകൂടി ശ്രദ്ധിക്കുക. പിന്നെ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ നിയമങ്ങൾ വരും. എന്നാൽ ഈ നിയമം മുന്നേ ഉള്ളത് തന്നെയാണ്. അങ്ങനെ പുതിയ നിയമങ്ങൾ വരും. അതറിയാതെ പല സുഹൃത്തുക്കളും പല സമയത്തും വന്ന് പല ബുദ്ധിമുട്ടിലും വരാറുണ്ട്. ഏറ്റവും നല്ലത് നമ്മൾ എടുക്കുന്ന, വിസിറ്റ് എടുക്കുന്ന, ടിക്കറ്റ് എടുക്കുന്ന ട്രാവൽ ഏജന്റുമായി, വിശ്വസ്തരായ ട്രാവൽ ഏജന്റുമായി സംസാരിച്ച് ഇവിടുത്തെ നിയമപരമായുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് യാത്ര പ്ലാൻ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്നത്. നേരത്തെ പറഞ്ഞു, ഈ നിയമം മുന്നേ ഉള്ളത് തന്നെയാണ്. ചില സമയത്താണ് പരിശോധന കർശനമാകുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടുണ്ടായി, എന്തുകൊണ്ട് ഇപ്പോൾ കർശനമായി, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ അത് വളരെ വിശദമായിട്ട് പറയുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ നിസ്സാരമായി കളയരുത്. ഇപ്പോഴും അറിയാതെ പല ആളുകളും വന്ന് എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന അനുഭവങ്ങളുണ്ട്. അതുണ്ടാവാതിരിക്കാൻ ഇത് ഇനിയും അറിയാത്ത ആളുകൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് അവർക്കൊരു ഉപകാരമാവട്ടെ. എല്ലാവരും നിയമപരമായി കാര്യങ്ങൾ ചെയ്ത് യാത്ര ചെയ്യുക. അതാണ് എല്ലാവർക്കും ഗുണകരം. ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഓക്കെ, ബൈ.